അൻവറും CK ജാനുവും പ്രതിപക്ഷ നേതാവ് VD സതീശനുമായി കൂടിക്കാഴ്ച നടത്തുന്നു. എറണാകുളം ഗസ്റ്റ് ഹൌസിലാണ് കൂടിക്കാഴ്ച. മൂസിന അസു ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി. മൂസിന, കഴിഞ്ഞ ദിവസം ഇരുവരെയും അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ ധാരണയൊക്കെ ആയിരുന്നു. ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി മുന്നണിയെ കൂടുതൽ ശക്തി പ്രാപിച്ച് പ്രചാരണം ശക്തമാക്കാനൊക്കെയുള്ള തീരുമാനമായി ഇതിനെ കാണേണ്ടതുണ്ട്. ഇപ്പോൾ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ എന്തെല്ലാം ചർച്ചയാവാനാണ് സാധ്യത? പ്രധാനമായും നമുക്കറിയാം, കഴിഞ്ഞ ദിവസം UDF യോഗത്തിന് പിന്നാലെ CK ജാനുവിന്റെയും PV അൻവറിന്റെയും മുന്നണി പ്രവേശനം സംബന്ധിച്ച ഔദ്യോഗിക വന്നിരുന്നു. പിന്നാലെ ഇവരുടെ പ്രതികരണവും വന്നിരുന്നു. മുന്നണി ഏത് സ്ഥലത്ത് മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കും. ഇനി സ്ഥാനാർത്ഥിത്വം തന്നില്ലെങ്കിൽ പോലും വലിയ രീതിയിൽ UDFന്റെ പിന്തുണ ഉണ്ടാകുമെന്നും PV അൻവർ വ്യക്തമാക്കിയിരുന്നു. എന്താണെങ്കിലും ഇന്ന് അല്പസമയം മുൻപ് CK ജാനും അതുപോലെ തന്നെ PV അൻവറും അവിടെ പ്രതിപക്ഷ നേതാവുമായി കൂടിക്കാഴ്ച നടത്താൻ എത്തിയത്. ഇവിടെ കൂടിക്കാഴ്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. പാർട്ടി നേതൃത്വം പറയുന്നത് ഇതൊരു അനൌദ്യോഗിക കൂടിക്കാഴ്ചയാണ്. അതിൽ മറ്റ് മുന്നണി തല ചർച്ചകളോ മറ്റ് നീക്കങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വലിയ ചർച്ചകളൊന്നും തന്നെ നടക്കുന്നില്ല. സാധാരണഗതിയിൽ പ്രതിപക്ഷ നേതാവ് ഇവിടെ എറണാകുളത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കാണാൻ ഇവർ എത്തിയതാണ് എന്നുള്ളൊരു കാര്യം മാത്രമേ പാർട്ടി നേതൃത്വം വിശദീകരിച്ചുള്ളൂ. ഇതിലും മൂവരുടെയും പ്രതികരണം കാത്തു നിൽക്കുകയാണ്. അതുപോലെ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട VK വിനിമോൾ, ഡെപ്യൂട്ടി മേയർ ദീപക് ചോയ് എന്നിവരും ഇവിടെ പ്രതിപക്ഷ നേതാവിനെ കാണാനെത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ഒരു സന്തോഷം പങ്കിടുക എന്ന തരത്തിൽ മാത്രം കൂടിക്കാഴ്ച എന്താണെങ്കിലും വളരെ കൂടിക്കാഴ്ച സമാപിക്കുമെന്നുള്ള കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. ശരി, മൂസിന അസുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ PV അൻവറും CK ജാനുവും പ്രതിപക്ഷ നേതാവുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്നുള്ള വാർത്തകളാണ് മൂസിന പങ്കുവച്ചത്.